കൃഷ്ണകുമാറിന്റെ കുടുംബത്തിലേക്ക് എത്തിയ രാജകുമാരൻ തന്നെയാണ് ഓമിക്കുട്ടൻ. ഓമിയെക്കുറിച്ച് പറയാൻ തന്നെയാണ് ഇപ്പോൾ കൃഷ്ണകുമാറിനും മക്കൾക്കും ഏറെ താല്പര്യം. എന്തായാലും ഓമിയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരും ഏറ്റെടുക്കാറുള്ളത് പതിവ് തന്നെയാണ്. ഓമിക്കുട്ടന്റെ അമ്മമ്മയായ സിന്ധു കൃഷ്ണയ്ക്കും ഇപ്പോൾ ഓമിയെക്കുറിച്ച് തന്നെയാണ് പറയാറുള്ളത്. ആദ്യമൊക്കെ ഹൻസികയെക്കുറിച്ചും അമ്മുവിനെക്കുറിച്ചും തന്നെയാണ് സിന്ധു കൃഷ്ണയ്ക്ക് കൂടുതലും തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പറയാനുള്ളത്. എന്നാൽ ഇപ്പോൾ മുഴുവനും ഓമിയെക്കുറിച്ച് തന്നെയാണ്. ഓമിയിലേക്ക് ലോകം ചുരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് സിന്ധുവിനും ഭർത്താവായ കൃഷ്ണകുമാറിനും. 1-2 ദിവസം കഴിയുമ്പോഴേക്കും സിന്ധു കൃഷ്ണയുടെ അരികിലേക്ക് തന്നെ തിരിച്ചു ഓമി എത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ സിന്ധുവും കൃഷ്ണകുമാറും പറയുന്നത്. ഓമിക്കുട്ടൻ 2 ദിവസത്തിനകം തന്നെ ഇനി ഭക്ഷണമെല്ലാം കഴിച്ചു തുടങ്ങും. ചെറിയ രീതിയിലൊക്കെ തന്നെയും കുറുക്കുകൾ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമെത്തി. ആ സമയത്ത് ഇനി അവന് എണ്ണ ആവശ്യമായി വരും. അതിലുപരി ദിയയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുത്തൊന്നും ശീലമില്ല. പാല് കൊടുക്കും. പാല് എല്ലാ സ്ത്രീകളും കൊടുക്കുമല്ലോ. അതിന് പ്രത്യേകിച്ച് ഒരു അറിവിന്റെ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇനി ദിയയുടെ കാര്യം അങ്ങനെയല്ല. കുഞ്ഞിന് കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്ന് പ്രത്യേകം അവൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവരും പറയുന്നത് സിന്ധു കൃഷ്ണയുടെ അരികിലേക്ക് തന്നെ ദിയാകൃഷ്ണ ഒട്ടും വൈകാതെ തിരിച്ചെത്തും എന്ന് തന്നെയാണ്. മാത്രമല്ല സിന്ധു കൃഷ്ണ തന്റെ വ്ലോഗിലൂടെ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തു. ഓമിയുടെ ഒരു വീഡിയോ കണ്ടു. ഓമി സ്ട്രോബെറി ഒക്കെ കഴിച്ചു തുടങ്ങി. സ്ട്രോബെറി കഴിക്കാനൊന്നും അവർക്ക് പല്ലില്ല. എങ്കിലും അതിൻ്റെ നീരൊക്കെ ഇറക്കാനുള്ള പ്രായം അവനായല്ലോ. 6 മാസമായില്ലേ. 2-3 ദിവസം കഴിഞ്ഞാൽ കുറുക്കെല്ലാം അവന് കൊടുത്തു തുടങ്ങണം. ആ സമയത്ത് അവൻ എൻ്റെ അരികിലേക്ക് തന്നെ വരും. ഇല്ലെങ്കിൽ ഓസി കൊണ്ടുവരും എന്ന് തന്നെയാണ് ഇപ്പോൾ സിന്ധു കൃഷ്ണ പറയുന്നത്. മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരകുടുംബമാണ് ഇവരുടേത്. അതുകൊണ്ട് തന്നെ കൃഷ്ണകുമാറിന്റെയും സിന്ധുവിന്റെയും കുടുംബത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ആരാധകരെല്ലാവരും ഏറ്റെടുക്കാറുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും അറിയേണ്ടത് ഓമിയെക്കുറിച്ച് തന്നെയാണ്. ഓമി മാൽദീവ്സിലും മലേഷ്യയിലും ദുബായിലുമൊക്കെയായി വിദേശ രാജ്യങ്ങളിൽ ഇങ്ങനെ ചെറുപ്രായത്തിൽ തന്നെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് മാതാപിതാക്കൾക്കൊപ്പം. സത്യം പറഞ്ഞാൽ ഗ്രാൻഡ് പാരന്റ്സിന്റെ കൂടെ താമസിക്കാനൊന്നും ഓമിക്ക് സമയമേ കിട്ടുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇനി കുറുക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമായല്ലോ. ഓസിക്ക് അതിനെക്കുറിച്ചൊന്നും വലിയ അറിവില്ല. അതിനെക്കുറിച്ചെല്ലാം പഠിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒട്ടും വൈകാതെ ഞങ്ങളുടെ അരികിലേക്ക് തന്നെ അവൾ എത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ സിന്ധു കൃഷ്ണ പ്രതീക്ഷിച്ചിരിക്കുന്നത്.